ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 4ാമത്തെ യൂണിറ്റിലെ ഗർ പേട് അവർ താരേക്ക് യാദ് എന്നു പേരായ അതായത് 9ാമത്തെ പാഠഭാഗത്തിലെ ഒരു 10-20 ക്വസ്റ്റ്യനും ആൻസറുമാണ്. അതായത് ഇതിൽ നമുക്ക് വൺ വേർഡ് ആയിട്ട് വരും, ഒരുപക്ഷെ 2 മാർക്കിനായിട്ടും ചോദിക്കാം. അപ്പം നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിൻലാൻഡിക്ക് സീമ കിസ്സെ മിൽത്തി ഹെ. ഫിൻലാൻഡിൻ്റെ അതിർത്തി എവിടെയാണ്? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം റഷ്യയുമായിട്ട്. 2ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൻലാൻഡ് മേ ഹസാരോं ലോഗ് മാരെ ഗയെ ക്യോം. ഫിൻലാൻഡിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ക്യോം എന്തുകൊണ്ട്? യുദ്ധക്കെ കാരണം. ഉത്തരം യുദ്ധക്കെ കാരണം, യുദ്ധ കാരണം. 3ാമത്തെ ക്വസ്റ്റ്യൻ. യുദ്ധക്കെ ബാദ് ഫിൻലാൻഡ് മേ വാപ്പസ് ആയ ലോഗോം കോ ക്യാ ക്യാ ദേഖ്നെ കോ മില. യുദ്ധക്കെ ബാദ് യുദ്ധത്തിന് ശേഷം ഫിൻലാൻഡിൽ വാപ്പസായ ലോകോംകോ തിരിച്ച് എത്തിയ ആളുകൾക്ക് ക്യാ ക്യാ ദേഖ്നെ കോ മില എന്തൊക്കെ കാണാൻ കഴിഞ്ഞു? ഉത്തരം ജലെ ഹിയ ഗർ അവർ ഫസൽ. കത്തിയ വീടുകളും ഫസൽ വിളവുകളും ആണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. 4ാമത്തെ ക്വസ്റ്റ്യൻ. യുദ്ധസെ ബിച്ചുടെ ഹിയെ ബായി ബഹൻ കഹാം പൗഞ്ചെ. യുദ്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞ ജ്യേഷ്ഠനും അനുജത്തിയും കഹാം പൗഞ്ചെ എവിടെ എത്തി? ഉത്തരം ദൂരദേശത്തിലാണ് അവരെത്തിയത്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ബായി ബഹൻ കെ മൻമേ ദൂർദേശമേ രേഖർ കിസ്കി യാദ് ആത്തി. ബായി ബഹന്റെ മനസ്സിൽ ഇവര് ഈ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മനസ്സിൽ ദൂർദേശമേ രേഖർ ദൂരദേശത്തിൽ താമസിച്ച സമയത്ത് കിസ്കി യാദ് ആത്തി ആരെ കുറിച്ചുള്ള ഓർമ്മയാണ് വന്നത്? ഉത്തരം ഗർക്കി ആംഗന്മേ ഗഡെ സനോവർ കി പേട്. തൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്ന സനോബർ കി പേട് പെയിൻ മരത്തെക്കുറിച്ചും പക്ഷിയോം ക ഗാന പക്ഷികളുടെ പാട്ടിനെ കുറിച്ചും ചാമക്കിയിലെ താരോം കി യാദ് തിളങ്ങുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള യാദ് ആത്തി ഓർമ്മ വന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ. കോൺസാ ഖബർ പാക്കർ ബായി ബഹൻ ഫിൻലാൻഡ് വാപ്പസ് ആനേക്കോ സോച്ചിനേക. അതായത് കോൺസാ ഖബർ എന്ത് വാർത്ത പാക്കർ നേടി കിട്ടിയിട്ടാണ് ബായി ബഹൻ ഈ ജ്യേഷ്ഠനും അനുജത്തിയും ഫിൻലാൻഡ് വാപ്പസ് ആനേക്കോ സോച്ചിനേക ഫിൻലാൻഡിലേക്ക് തിരിച്ചു പോകണമെന്ന് ചിന്തിച്ചത്? ഏത് വാർത്ത കേട്ടിട്ടാണ് അവർക്ക് അങ്ങോട്ട് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയത്? ഉത്തരം ഫിൻലാൻഡിമേ ശാന്തി ആനേവാല ഖബർ പാക്കർ. ഫിൻലാൻഡിൽ സമാധാനം ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്ത കേട്ടിട്ട് അവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാ യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അവർക്ക് തൻ്റെ നാട്ടിലേക്ക് പോകേണ്ടതായിട്ട് തോന്നി. 7ാമത്തെ ക്വസ്റ്റ്യൻ. ബച്ചെ കിസ്സെ ഫിൻലാൻഡ് വാപ്പസ് ജാനേക്ക് അനുമതി മാങ്കി. കുട്ടികൾ ആരോടാണ് ഫിൻലാൻഡിലേക്ക് തിരിച്ചു പോകണമെന്ന ആ അനുവാദം ആവശ്യപ്പെട്ടത്? ഉത്തരം അഭിഭാവകോംസെ. തന്നെ നോക്കിയിരുന്ന ആളുകളോട്, രക്ഷകരോട്. ഏത് ദേശത്ത് എത്തി എന്ന് പറഞ്ഞല്ലോ, ആ ദേശത്ത് നിന്ന് അവരെ നോക്കിയിരുന്ന ആളുകൾ, അവരെ സംരക്ഷിച്ചിരുന്ന ആളുകളോടാണ് അവർ ആവശ്യപ്പെട്ടത്, ഞങ്ങളുടെ നാട്ടിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടത്. ഓക്കെ, അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. അഭിഭാവകോം കെ മനാ കർണേ പർ ബി ബच्चे അപനാ ദേശ് വാപ്പസ് ജാനേ കാ ഹട്ട് ക്യോം കർണേ ലഗേ. ഈ അഭിഭാവകർ, ഈ രക്ഷകർ എന്താണ് മനാ കർണേ പർ ബി അത് തിരസ്കരിച്ചു, എന്നിട്ടും വെച്ച് കുട്ടികൾ അപ്പനാ ദേശ് തൻ്റെ ദേശത്തേക്ക് വാപ്പസ് ജാനേക്ക തിരിച്ചു പോകണം എന്ന് ഹട്ട് ക്യോം കർണേ ലഗി വാശി പിടിച്ചത് എന്തുകൊണ്ട്? ഉത്തരം ക്യോംക്ക് എന്തുകൊണ്ടെന്നാൽ ഉൻകെ മന്മ അവരെ മനസ്സിൽ ഹമേശ എല്ലായ്പ്പോഴും മാംബാപ്പ് തൻ്റെ അച്ഛനെയും അമ്മയെയും ഗർക്കി ആങ്കന്മേ വീട്ടുമുറ്റത്തുള്ള പേട് സനോബർക്കി പേടിക്ക് ആ പെയിൻ മരത്തിൻ്റെ യാതും ആത്തി ഓർമ്മയും വന്നു. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പോകണമെന്ന് വാശിയുണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ 9. അന്ത്മേ ബച്ചോനെ ക്യാ ഫൈസലാലിയ. അവസാനം കുട്ടികൾ എന്ത് തീരുമാനമെടുത്തു? ഉത്തരം അഭിഭാവവും കോ കാഹേബിന രക്ഷകരോട് പറയാതെ ചുപ്ചാപ്പ് മിണ്ടാതെ നിഗലിനേക്ക പുറപ്പെടാൻ ഫൈസല ലിയ തീരുമാനമെടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ 10. ക്വസ്റ്റ്യൻ നമ്പർ 10. രാത്രിക്ക് യാത്രാമേ ബച്ചോം കോ കിസ്കി മദദ് സെ രാസ്ത ദിക്കായി ദേരാത. രാത്രിക്ക് യാത്രാമേ രാത്രിയിലെ ഈ യാത്രയിലെ ബച്ചോം കോ കുട്ടികൾക്ക് കിസ്കി മദദ് സെ ഏതിൻ്റെ സഹായത്താലാണ് രാസ്ത ദിക്കായി ദേരഹെ വഴി കാണാൻ കഴിഞ്ഞത്? ഉത്തരം ചാന്ദിക്ക് രോഷ്നീസെ ആ നിലാവ് കാരണം, ചന്ദ്രൻ്റെ പ്രകാശം കാരണം, അതായത് നിലാവ് രോഷ്നിയുടെ പ്രകാശം കൊണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ. യാത്രയ്ക്ക് ദൗരാൻ യാത്രയുടെ ആ ഒരു സമയത്ത് ബായി ബഹൻകെ ബായിയുടെ മനസ്സിൽ ക്യാ ഉമ്മീദ് ബരിഹിരി എന്ത് പ്രതീക്ഷയാണ് നിറഞ്ഞിരുന്നത്? ഉത്തരം കിസീന കിസി പ്രകാർ
എങ്ങനെയെങ്കിലും ഒരു ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ സനോബർ കെ പേട് പെയിൻ മരവും താരോം കെ പാസ് പൗഞ്ചിനേക്ക് നക്ഷത്രങ്ങളുടെ അടുത്ത് എത്താനുള്ള ഉമ്മീദ് പ്രതീക്ഷ നിറഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 12. ചൗരാഹെ പൗഞ്ചിനെ പർ ബായി രാസ്ത കൈസെ പാചാൻ ലിയ. ആ നാൽക്കവലയിലെത്തിയപ്പം ബായിനെ എന്താണ് ബായി ജ്യേഷ്ഠൻ രാസ്ത വഴി കൈസെ പാചാലിയ തിരിച്ചറിഞ്ഞു. ആ വഴി എങ്ങനെയാണ് അതായത് കവലയിലെത്തിയപ്പോൾ അത് 4 ഭാഗത്ത് റോഡുണ്ടല്ലോ, ആ റോട്ടിലെത്തിയപ്പോൾ എങ്ങനെയാണ് വഴി തിരിച്ചറിഞ്ഞത്? ഉത്തരം ദോ പക്ഷിയോനെ ഗാനയ്ക്ക് ആവാസ് സുൻകർ. 2 പക്ഷികളുടെ പാട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട് അവർക്ക് തിരിച്ചറിഞ്ഞു. 13. ക്വസ്റ്റ്യൻ 13. രാസ്തേമേ ബച്ചേനെ കൈസി അപ്പനെ ബൂക്ക് മിഠായി. വഴിയിൽ വെച്ച് കുട്ടികൾ എങ്ങനെയാണ് വിശപ്പടക്കിയത്? പേഡോം സെ ജാമുൻ. മരത്തിൽ നിന്നും ഞാവൽ പറിച്ചു കഴിച്ചു. ബൈർ അവർ ജംഗലി ഫൽ തോടുക്കർ. ബൈർ എന്ന ഫലം, പിന്നെ ജംഗലി ഫൽ കാട്ടു ഫലങ്ങൾ, ഫ്രൂട്ട്സുകളൊക്കെ തോടുക്കർ പൊട്ടിച്ച് കഴിച്ചിട്ടാണ് വിശപ്പടക്കിയത്. 14-ാമത്തെ ക്വസ്റ്റ്യൻ. യാത്രാക്ക് ദൗരാൻ. യാത്രയുടെ സമയത്ത് ബായി ബഹൻ പുരാനെ ദേശക്കോ. ആ പഴയ ദേശത്തെ പാർക്കർ കഹാം പൗഞ്ചി. അക്കരെ കടന്നത് എങ്ങനെ, അക്കരെ എത്തിയത് എങ്ങനെ, എവിടെയാണ് അവരെത്തിയത്? അവർ ആ പഴയ ദേശമൊക്കെ കഴിഞ്ഞ് അവർ പിന്നെ എവിടെയാണ് എത്തിയത്? ഉത്തരം പഹാഡും, ഒരു പർവ്വതമുള്ള സ്ഥലം, നദികളും ചീലോം കെ ദേശമീൻ, തടാകങ്ങളൊക്കെ ഉള്ള ഒരു ദേശത്താണ് എത്തിയത്. പിന്നെ ക്വസ്റ്റ്യൻ 15. ഫാം ഹൗസ് കി രസോയിമേ ബച്ചോനെ കിസിക്കോ ദേക്ക. ഫാം ഹൗസിൻ്റെ അടുക്കളയിൽ കുട്ടികൾ ആരെയാണ് കണ്ടത്? ഉത്തരം ഏക്ക് ലടുക്കിക്കോ, ഒരു പെൺകുട്ടിയെയാണ് കണ്ടത്. 16-ാമത്തെ ക്വസ്റ്റ്യൻ. ഫാം ഹൗസ് കി ലടുക്കിക്ക് ഭാഷ ചുൻകർ ബായിക്കോ കൈസാലക. ഫാം ഹൗസിലെ ആ പെൺകുട്ടിയുടെ ഭാഷ കേട്ടിട്ട് സഹോദരന് കൈസാലക എന്താണ് തോന്നിയത്? ഉത്തരം ഉനേലക, അവർക്ക് തോന്നി. ലഡ്കി എന്തെന്നാൽ ലഡ്കി ഉൻകെ മാംബാപ്പ് കി ഭാഷ ബോലി. ആ പെൺകുട്ടി അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഭാഷയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അതാണ് അവർക്ക് തോന്നിയത്. അപ്പോൾ അവരുടെ വീടെത്തി എന്ന് തോന്നുമല്ലോ. ഓക്കെ. 17-ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൻലാൻഡ് വാപ്പസ് പൗഞ്ചിനേപ്പർ ബായിനെ ക്യാക്യാതേക്ക. ഫിൻലാൻഡിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ബായി എന്താണ് കണ്ടത്? ഉത്തരം ഗലിഹാൻ അവർ കുയേംകോ. കളപ്പുരയെയും കണ്ടു, പിന്നെ കുയേംകോ കിണറും കണ്ടു. അപ്പം തന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റി. 18-ാമത്തെ ക്വസ്റ്റ്യൻ. ഗർക്കെ ഭീത്തർ ജാത്തെ സമയെ. വീടിൻ്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് ബച്ചെ കുട്ടികൾ ബൗത്ത് ഭയഭീത്തെ ഭയങ്കര പേടിച്ചു. ക്യോം എന്തുകൊണ്ട്? ക്യോംകി. ഉത്തരം ക്യോംകി എന്തുകൊണ്ടെന്നാൽ ഉസ്കെ മന്മേ അവരുടെ മനസ്സിൽ മാംബാപ്പ് കെ ജീവിതരേനയ്ക്ക് ശങ്കാത്തി, അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന സംശയമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പേടി തോന്നിയത്. 19-ാമത്തെ ക്വസ്റ്റ്യൻ. കമരേമേം ഗുസ്നേപ്പർ. ആ റൂമിലേക്ക് പ്രവേശിച്ചതിൽ പിന്നെ ബായി ബഹൻ കിസ്സെ മിലെ. ബായി ബഹൻ ആരെയാണ് കണ്ടത്? ഉത്തരം അപ്പനെ ബൂഡെ മാംബാപ്പുസെ. തൻ്റെ വൃദ്ധരായിട്ടുള്ള അമ്മയെയും അച്ഛനെയും ആണ് അവർ കണ്ടത്. ഓക്കെ. 20-ാമത്തെ ക്വസ്റ്റ്യൻ. ബൂഡി മാംകോ ലഗ कि आज कोई अच्छी बात होने वाली है क्यों. ബൂഡി മാംകോ ലഗ. വൃദ്ധയായ സ്ത്രീക്ക്, അമ്മയ്ക്ക് തോന്നി. ആജ് കോയി അച്ചി ബാത്ത് ഹോനെ വാലി. ഇന്ന് എന്തോ നല്ല കാര്യം നടക്കാൻ പോകുന്നുണ്ട് എന്ന് തോന്നിക്കോം എന്തുകൊണ്ട്? ഉത്തരം മാംകോ ഇസ്ലിയെ ഐസാലക. അമ്മയ്ക്ക് ഇതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. കി എന്തെന്നാൽ പേടിക്ക് ശാഖാവമ്മി മരക്കൊമ്പിൽ ദോ പക്ഷി 2 പക്ഷികൾ ബൗത്ത് മിഠാസ്കെ സാത്ത് ഭയങ്കര മധുരമായി ഗാരഹേതെ പാടിക്കൊണ്ടിരുന്നു. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് തോന്നി, വൃദ്ധയായ അമ്മയ്ക്ക് തോന്നി എന്തോ നല്ല കാര്യം നടക്കാൻ പോകുന്നുണ്ട്. അന്ന് തന്നെയാണ് ഈ കുട്ടികളെ അവർ കണ്ടുമുട്ടുന്നത്. ഓക്കെ. അപ്പം നമ്മൾ 20 ക്വസ്റ്റ്യനും ആൻസറും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ പാഠഭാഗത്തിലെ പാർട്ട് 5 നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. 5-ാമത്തെ ഭാഗമാണ് പഠിക്കുക. ഓക്കെ. ഇതോടുകൂടി നമ്മൾ ഈ പാഠഭാഗത്തിലെ എല്ലാ ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് അടുത്ത പാഠഭാഗം ചാപ്റ്റർ 10 അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.